ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് കറ്റാർവാഴ. ആരോഗ്യവുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും കറ്റാർവാഴയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. മുടിക്കായാലും മുഖ സൗന്ദര്യത്തിനായാലും കറ്റാർവാഴയുടെ ഗുണം മറ്റൊന്നിന് തന്നെയില്ല. അപ്പോൾ കറ്റാർവാഴയും അതുപോലെ തന്നെ ആര്യവേപ്പിലയും കൊണ്ടുള്ള എളുപ്പത്തിൽ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 2 കറ്റാർവാഴയുടെ ഇലയാണ്. നല്ല വണ്ണുള്ളതാണ് വേണ്ടത്, കാരണം ഞാനൊരു സോപ്പാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ആര്യവേപ്പിലയാണ്. ഇനി നമ്മൾ ആര്യവേപ്പിലയുടെ ഇല കുറച്ച് നേരം അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ എടുത്ത് വയ്ക്കണം. അടുത്തത് അലോവേരയുടെ ഇരുഭാഗത്തുള്ള മുള്ളുകൾ നമ്മൾ ചെത്തിക്കളയണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് കറ്റാർവാഴ കട്ട് ചെയ്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ജെല്ല് അതിൽ നിന്നെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ജെല്ല് ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ആര്യവേപ്പിലേൻ്റെ ഇല ഈ ജെല്ലിലേക്ക് മിക്സ് ചെയ്യുക. ഇനി ഇത് മിക്സിയിലിട്ടിട്ട് നീര് അരിച്ചെടുക്കണം.
അപ്പോൾ നമ്മുടെ നീര് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സോപ്പ്, ഞാൻ എടുത്തിട്ടുള്ളത് PAS ആണ്. അതിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് കട്ട് ചെയ്തിടുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് തിളപ്പിക്കണം. അതായത് ഡബിൾ ബോയിൽ രീതിയിലാണ് നമ്മൾ ചൂടാക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ സോപ്പിൻ്റെ പാത്രം കൂടി വെച്ച് കൊടുക്കുക. കുറഞ്ഞ നേരം കൊണ്ട് തന്നെ സോപ്പ് ഉരുകും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമെന്ന് മാത്രം. സോപ്പ് ഉരുകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സോപ്പും ബേസും കൂടി മിക്സ് ചെയ്യണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സോപ്പ് ബേസിനേക്കാൾ അളവിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആയാൽ സോപ്പ് സെറ്റാവില്ല. പിന്നെ ഒരു സ്റ്റീൽ സ്പൂൺ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഈ സോപ്പിൻ്റെ കൂട്ട് സോപ്പിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മോൾഡ് ഇല്ലാത്തവർ സോപ്പിൻ്റെ ആകൃതിയിലുള്ള എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ളതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ മോൾഡ് അല്ലാത്തതാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി സൈഡിൽ ഒഴിച്ചു കൊടുക്കണം. മോൾഡ് ആകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സോപ്പ് സെറ്റായി കഴിഞ്ഞാൽ എടുക്കാൻ സുഖമാണ്. ഇനി നമ്മൾ ഇത് ഏകദേശം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോഴേക്ക് സെറ്റായി കിട്ടും. അങ്ങനെ നമ്മുടെ സോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനത് മോൾഡിൽ നിന്ന് എടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കുക. വളരെ എളുപ്പമാണ്. നിങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടാവും കറ്റാർവാഴയും ആര്യവേപ്പിലൊക്കെ. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.